നട്ടപ്പാതിർക്ക് മന്തി കഴിക്കാൻ പോയ കഥ കേൾക്കണം നിങ്ങൾക്ക്. മന്തി കഴിക്കാൻ പോവാന്ന് മക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, മന്തി കൊണ്ടുള്ള പൂതി കൊണ്ടൊന്നും അല്ല കേട്ടോ. ചോറ് വെച്ചതുമില്ല, പിന്നെ പാത്രം കഴുകാതെ തിന്നാലോ, അതൊരു സുഖം. പിന്നെ ഒന്നും നോക്കിയില്ല, കുട്ടികളെ മക്കളെയൊക്കെ കൂടെ പെരുക്കിയിട്ട് ഞങ്ങൾ പോയിട്ടോ. കൂടെ അമ്മായിമ്മയുണ്ട്. ഫസ്റ്റ് കണ്ട കടയിൽ കയറിയപ്പം ചപ്പാത്തി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചപ്പാത്തി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ടോ. അമ്മായിമ്മ പറയല് മന്തിൻ്റെ അരി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് മന്തി കഴിക്കാൻ പറ്റില്ല എന്ന് കേട്ടോ. മൂപ്പത്തി ചപ്പാത്തിയും തേടി ഇങ്ങനെ പോവാണ്. ആദ്യം കണ്ട കടയിൽ മണ്ടി കയറി ചപ്പാത്തി ഉണ്ടോന്ന് കേട്ടോ ആദ്യം ചോദിച്ചു. ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കയറി കയ്യും കീഴി വെട്ടിയിരിപ്പാട്ടോ. എമിനോന്റെ വിചാരം എന്തോ സംഭവമാണെന്നാ. ഓനൊന്നും മന്തി തിന്നില്ല, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മന്തിക്ക് വെയിറ്റ് ചെയ്ത് കൈ തൊടുക്കുന്ന പേപ്പറൊക്കെ അവൻ കയറിയിട്ടാണ് കേട്ടോ. ഇനി ബില്ല് വരുന്നേരം പേപ്പറിന്റെ പൈസയും കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ മന്തി വന്നിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ടൈമും കഴിഞ്ഞിട്ട് നമുക്ക് പള്ളപ്പോഴേക്കും തുടങ്ങിയിരിക്കണം കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിട്ടിട്ട് തിന്നാൻ തുടങ്ങാണ് കേട്ടോ. എങ്ങനെയോ ഇനി നിങ്ങൾ നോക്കുന്നോളി, ഞങ്ങൾ തിന്നട്ടെ. അരമണിക്കൂർ കൊണ്ട് മന്തിൻ്റെ പ്ലേറ്റ് കാലിയായിട്ടോ. മന്തി പള്ളക്കെത്താൻ നേരില്ലാണ്ടല്ലോ ബില്ല് മുറിക്കൽ കഴിഞ്ഞിട്ടോ. അങ്ങനെ ബില്ലും വാങ്ങി ഞാൻ വേഗം സ്ഥലം വിട്ടോ. കൂടുതലാണ് നിന്നാലേ ബില്ല് വേറെയും മുറിക്കേണ്ടി വരും വിചാരിച്ചു. ഇവന്റെ കൊടി കണ്ടാൽ ഇവന് പെപ്സി കുടിക്കാൻ വേണ്ടി മാത്രം പോന്നാന്ന് വിചാരിക്കും. നമ്മൾ പോയത് കൂളിമാടുള്ള അജ്വേലാണ് കേട്ടോ. നല്ല മന്തീനെ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ എവിടെയും കയറിയില്ല, രാത്രി ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.